സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ദൈവരാജ്യത്തിലാണ്. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് അത് ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ആകുന്നു. അങ്ങനെയെങ്കിൽ ഈ ദൈവവചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് നമ്മളിൽ നീതിയുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ നീതിമാന്മാരെന്ന് നമുക്കൊരു ഉത്തമ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾ ലോകപ്രകാരം നീതിമാന്മാരായിരുന്നു എങ്കിലും നമ്മളിപ്പോൾ ദൈവത്തെ അനുസരിക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നമ്മളെ ദൈവം വിളിച്ച് വേദനിച്ചു. റോമാലേഖനം 8:30 പറയുകയാണ്. റോമാലേഖനം 8:30 ദൈവം വിളിച്ചവരെ, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് രക്ഷയുടെ പടിപടിയായിട്ടുള്ള ഒരു ക്രമമാണ്. അപ്പോൾ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ? നാം അവനിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിന് വേണ്ടി. അവൾ നിർണയപ്രകാരം നമ്മളെ വിളിച്ചു. അങ്ങനെ വിളിച്ചവരെ ദൈവം നീതീകരിച്ചു. എങ്ങനെയാ നീതീകരണം? അവന്റെ ക്രൂശുമരണത്താൽ. അവന്റെ ക്രൂശുമരണത്താൽ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത ആ വലിയ ഒരു മഹായാഗം, നമ്മൾ ഓണത്തിന് പറയും മഹാബലി, ആ മഹാബലി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ കാൽവരി ക്രൂശിൽ അവൻ പൂർത്തിയാക്കിയതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തേജസ്കരണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് ദൈവമായിരുന്നുകൊണ്ട് അവൻ മറുമലയിലേക്ക് തന്റെ പ്രിയ 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പോകുകയും അവിടെ വെച്ച് അവന്റെ വിശ്വസ്വരൂപം, അവരുടെ തേജസ്കരിക്കപ്പെട്ട ശരീരം ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശമുള്ളതായി, അവന്റെ വസ്ത്രം ഏതൊരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയുന്നത് അത്ര മനോഹരമായിരുന്നു. അപ്പോൾ ഇതവർ ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം നാം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. 1 കൊരിന്ത്യരുടെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ധരിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ പറയും, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം പറയുകയാണ്, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. അത് രക്ഷയുടെ ഒന്നാമത്തെ പടിയാണ്. അപ്പൊ നമ്മുടെ യേശുവേ രക്ഷതാ, ദൈവമേ യേശുവേ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ടല്ലോ. പക്ഷെ അങ്ങനെ നമ്മൾക്ക് സാധ്യമാകണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ അതിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നമുക്കറിയാം, അതിനെക്കുറിച്ച് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ ദാനമായി നമ്മളിൽ ഇരിക്കുന്നു ആര്? പരിശുദ്ധാത്മാവ്. പാരക്ലിറ്റോസ് എന്നാണ് അതിന്റെ മൂലഭാഷ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമെന്നും നമ്മളെ വില കൊടുത്ത് വാങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അടിമകളെയാണല്ലോ വിലയ്ക്ക് വാങ്ങിയത്. അപ്പോൾ നമ്മൾ യേശുവിനെ പൂർണ്ണമായി അനുസരിപ്പാൻ അടിമകളെ പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. മുമ്പ് നമ്മൾ ലോകത്തിന്റെ കാലഗതികളെ അനുസരിച്ച് നടന്നിരുന്നു. ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് അത് ഏതാത്മാവാണ്? പരിശുദ്ധാത്മാവ്.
സംബന്ധിച്ച് നീതിയിലും വിശുദ്ധിയിലും ദൈവാനുഗ്രഹ സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരു കാലത്ത് നമ്മൾ ചതിക്കപ്പെട്ടു. പിശാചിനാൽ, ലോകത്താൽ, മനുഷ്യനാൽ, തെറ്റായ പാരമ്പര്യങ്ങളെല്ലാം നമ്മളെ വശീകരിച്ച് അങ്ങനെ നമ്മൾ പിശാചിന്റെ പിടിയിൽ അമർന്നിരുന്നപ്പോൾ ഇതാ ഒരു വലിയ പ്രകാശം കണ്ടു. സകല ജനത്തിനും സംഭവിക്കാനുള്ള മഹാസന്തോഷത്തിന്റെ ഒരു വലിയ വെളിച്ചം. ഹല്ലേലൂയ. ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുന്നവൻ ഒരു നാളും ഇരുട്ടിൽ നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവാണ് നമുക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണെന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ് നമുക്കറിയാം. വെറും രക്ഷകനല്ല, പാപരക്ഷകൻ. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ, എല്ലാ ജനത്തെയും അല്ല, മുൻനിർണയപ്രകാരം വിളിച്ചവർ, അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്, അതാണ് രക്ഷകൻ. ഹല്ലേലൂയ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 9:31 പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 9:31 നമുക്ക് എല്ലാവർക്കും കാണാതെ പഠിച്ചുകൊണ്ടുള്ള വചനമാണ്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവത്തിനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ 9:31 പറയുകയാണ്. യോഹന്നാൻ 9:31 പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവത്തിനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ പാപിയായ മനുഷ്യൻ ദേവാലയത്തിൽ പരിശീലന ചുങ്കക്കാരൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ചുങ്കക്കാരൻ അവൻ മാറത്തടിച്ചുകൊണ്ട്, അവൻ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, ഭാവിയെ എന്നോട് കരുണയാകണമേ. അത് മാനസാന്തരപ്പെടുന്ന ഭാവിയുടെ പ്രാർത്ഥനയാണ്. അപ്രകാരം മാനസാന്തരപ്പെടുന്നുവെങ്കിൽ, അപ്രകാരം നമ്മുടെ ഭാവങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ, സദൃശവാക്യങ്ങൾ 28:13 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അതാണ് ദൈവിക വ്യവസ്ഥ. തന്റെ ലംഘനങ്ങളെ, പാപങ്ങളെ മറയ്ക്കുന്ന പരിപാടി ലോകത്തിലുണ്ട്. അങ്ങനെ ലോകം എന്ത് ചെയ്യുന്നു? പഴയ നിയമത്തിലും അതായിരുന്നല്ലോ. എന്ത് ചെയ്യുന്നു? യാഗങ്ങൾ കഴിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കലും ഒരാൾക്കും പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയാത്ത യാഗങ്ങളെ കൂടെ അർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശു കർത്താവാകട്ടെ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഉള്ളൂ? ഞാൻ ഇന്നലെയാണ് അതിനെക്കുറിച്ച് പഠിച്ചത്. പഠിച്ചപ്പോൾ എനിക്കൊരു സംശയം, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഉള്ളൂ? അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു, അത് ഹിന്ദുക്കൾക്കുണ്ട്. അവരുടെ പരിശുദ്ധാത്മാവിനെ ബ്രഹ്മൻ എന്നാണ് പറയുന്നത്. ബ്രഹ്മൻ. മുസ്ലിങ്ങൾക്കുണ്ട്, അതിന് പ്രത്യേക പേരുണ്ട്, പക്ഷെ അത് മറന്നുപോയി. അവരുടെ അറബി ഭാഷയിൽ അവർക്ക് ഒരു അവര് പരിശുദ്ധാത്മാവ് എന്നല്ല പറയുന്നത്, അവര് ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ് വിശുദ്ധ ആത്മാവ് എന്നൊക്കെ അവർ വിളിക്കുന്നത്, വിശുദ്ധ ആത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നത് പല മതങ്ങളിലും ഉണ്ടെങ്കിലും ആ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതല്ല ശക്തിയായിട്ടാണ്, ദൈവത്തിന്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, അങ്ങനെയൊക്കെ അവര് അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ പരിശുദ്ധാത്മാവ് ഇത് ദൈവത്തിന്റെ ആത്മാവാണ്, ഇത് പിതാവിന്റെ ആത്മാവാണ്, ഇത് യഹോവയുടെ ആത്മാവാണ്, ഇത് കർത്താവിന്റെ ആത്മാവാണ്, യേശുവിന്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് സംസാരിക്കുന്ന ആത്മാവാണ്, ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ആത്മാവാണ്, ഇത് നമ്മളെ ജീവിപ്പിക്കുന്ന, നമുക്ക് ധൈര്യം പകരുന്ന, നമ്മുടെ അപകർഷത ബോധത്തെ മാറ്റിക്കളയുന്ന, നമ്മളെ വീഞ്ഞു കുടിച്ച് മത്തരായവരെ പോലെ വലിയ ധൈര്യം നമ്മെ നിക്ഷേപിക്കുന്ന ഒരു നിക്ഷേപമാണ് ഈ പരിശുദ്ധാത്മാവ്. ഇത് അത്യന്ത ശക്തിയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ അത്രയിരിക്കുന്നത്. ഈ നിക്ഷേപം ഞങ്ങൾക്ക് ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നു ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ നിങ്ങളോട് കുറെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ അത്ര തിയറി പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷെ അല്പസമയം
നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുഭവിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയ. ഒരു കാക്കയുടെ കൂട്ടിലേക്ക് ആ തള്ള കാക്ക അത് ഭക്ഷണവുമായി വരുമ്പോൾ ഏത് കാക്കക്കുഞ്ഞാണോ ഏറ്റവും കൂടുതൽ കരയുന്നത് അതിന്റെ വായിലേക്ക് ആഹാരം കൊടുത്തിട്ട് ആ തള്ളപ്പക്ഷി പറന്നു പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഹല്ലേലൂയ പരിശുദ്ധ ദുഷ്ടന്മാരായ നിങ്ങൾക്ക് ഹല്ലേലൂയ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുന്നെങ്കിൽ, അതായത് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ പെയ്യുന്ന ഒരു ദൈവമാണെങ്കിൽ ഈ ദൈവം തലോടി യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആഗ്രഹത്തോടുകൂടെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാമയോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ, എനിക്ക് പിന്നാലെ വരുന്നവൻ നിങ്ങളെ തീയിലും പരിശുദ്ധാത്മാവിലും സ്നാനമേൽപ്പിക്കും. ഹല്ലേലൂയ. നമുക്ക് കരങ്ങളടിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. കരങ്ങളടിക്കാം ശക്തിയോടെ. എല്ലാവരും കരങ്ങളടിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തിന്റെ മേൽ അഭിഷേകത്തെ പകരണമേ. യേശുവേ, അങ്ങനെ പരിശുദ്ധാത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോരാ, ശക്തിയോടെ, ബലത്തോടെ, കണ്ണുകൾ അടച്ചുകൊണ്ട് യേശുവേ നന്ദി. ഹല്ലേലൂയ. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. ഹല്ലേലൂയ. ഭാരത് പങ്കജകത്തിലവനായി, ഭാരത് പങ്കജകത്തിലവനായി. ഹല്ലേലൂയ. ഏഴ് നിലവിളക്കുകളുടെ നടുവിലാ, ആ ഭാരത് പങ്കജകത്തിലവൻ അവന്റെ കണ്ണാക്കിജാലേക്കുള്ള കണ്ണുമായി, അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവനായി. ഇതവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അവന്റെ കാൽ ഹല്ലേലൂയ ഉലകി ചുട്ടുവഴിപ്പിച്ച വെള്ളത്തിന് സദൃശമെന്നുള്ളത്. അവന്റെ തലയും തലമുടിയും ഇതാ പഞ്ഞി പോലെ വെണ്മയുള്ളത്. എല്ലാവരും ആരും ക്ഷീണിച്ചു പോകരുത്. ദൈവജനം ക്ഷീണിച്ചു പോകരുത്. ഉണർവിന്റെ വരം ഹല്ലേലൂയ ദൈവം നമുക്ക് തരട്ടെ. ഹല്ലേലൂയ. അത്യന്ത ശക്തി നമ്മുടെ മേൽ പകരട്ടെ. പുതിയ അഭിഷേകം പകരട്ടെ. പുതിയ ശക്തി പകരട്ടെ. പുതിയ കൃപ പകരട്ടെ. എല്ലാവരും ഹല്ലേലൂയ എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവജനത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ അഴിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെ കൈകൾ ശക്തി കാവലിക്കട്ടെ. ആദിമ സമയത്ത് കർത്താവേ അല്ലെങ്കിൽ ഇടിമുഴക്കം പോലെ, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ കർത്താവേ യേശുവേ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവർക്ക് അനുഭവിക്കുവാൻ സാധിച്ചെങ്കിൽ ദൈവമക്കളുടെ മേൽ ഇപ്പോൾ അഭിഷേകത്തെ പകരണമേ. അഗ്നിയായി അഭിഷേകം. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതുമായ ഒരു മെഴുകുവണ്ടിയാക്കി അല്ലെങ്കിൽ കുന്നുകളെ ഇടിച്ചു നിരത്തുവാൻ അഭിഷേകത്തിന്റെ ഒരു ശക്തി ഇപ്പോൾ ദൈവമക്കളിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ശക്തിയോടെ യേശുവേ നന്ദി കർത്താവേ. അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ അഗ്നി തീമഴയായി വീഴട്ടെ. അല്ലെ തീ പോലെ ഇറങ്ങട്ടെ. ഹവന ഓ ശിബിനി ബിലി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ തടസ്സമുള്ള എല്ലാ ദൈവമക്കളും ഇടപെടണമേ. അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ അഗ്നി. ആരെയും അടുത്തു പോകരുത്. അല്പസമയം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരെയും നമ്മളെ തളർത്തിക്കളയുന്ന ദുഷ്ടശക്തികളുണ്ട്, അന്ധകാര ശക്തികളുണ്ട്, അല്ലെങ്കിൽ പൈശാചിക ശക്തികളുണ്ട്. ജയമെടുത്തു പ്രാർത്ഥിക്കുക. പാപങ്ങളുടെ മേലും ജനങ്ങളുടെ മേലും ഈ ശത്രുവിന്റെ സകല ബലത്തിന്റെ മേലും ചവിട്ടുന്ന ഒരു അഭിഷേകത്തിന്റെ ദൈവശക്തി ഇപ്പോൾ ദൈവമക്കളിൽ വ്യാപരിക്കട്ടെ. അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ. കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. Thank you Lord. Hallelujah. Praise the Lord. Hallelujah. പലർക്കും ചില തടസ്സങ്ങളാണ്. ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളെ ഒത്തിരി ജഡത്തിലേക്ക് കൊണ്ടുപോകും. Praise the Lord. അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായ യാഗമായി സമർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹല്ലേലൂയ നമ്മൾ അത്യുച്ചനാദമുള്ള കൈത്താളത്തോടു കൂടി ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാവിൻ്റെതായിട്ടുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ നാവിനെ ശത്രു കെട്ടിയിടും, നമ്മുടെ കൈകളെ അവൻ കെട്ടിയിടും, നമ്മുടെ ഓരോ അവയവങ്ങളിലെയും ശത്രു അല്ലെങ്കിൽ അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിപ്പോൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ അതുകൂടി പറയുവാണെങ്കിൽ അത് സുവിശേഷത്തിന്റെ സംഗ്രഹമാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ
3-ാമത്തെ 3 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. ഹല്ലേലൂയ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ എന്താണ് നമ്മുടെ പ്രത്യാശ? നമുക്ക് എല്ലാവർക്കും ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, നിത്യത. ആ നിത്യതയ്ക്കാണ് വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നതെങ്കിൽ നാം എല്ലാവരും ആരാകണം? നമ്മെ വിളിച്ച വിശുദ്ധരത്വണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. തുടർന്ന് വായിക്കുമ്പോൾ അടുത്ത വാക്യം, പാപം ചെയ്യുന്നവരെല്ലാ ധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപം നിയമലംഘനമാണ്. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചാൽ അത് പാപമായി തിരികയാണ്. അടുത്ത വചനം, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി, അവനിൽ പാപം ഇല്ല. പാപമില്ലാത്തവൻ, അവൻ നമ്മുടെ പാപങ്ങളെ നീക്കുവാൻ അവൻ വന്നെങ്കിൽ, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, അവനിൽ വസിക്കുന്നവരാരും പാപം ചെയ്യുന്നില്ല, അവനെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അതിന്റെ അർത്ഥം നമ്മൾ ആരെങ്കിലും മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ അവനുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ ആരെങ്കിലും മനഃപൂർവ്വം, കാരണം നമ്മൾ പരിശുദ്ധാത്മാവിലാണ്, നമ്മുടെ ദേഹി ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്നതുപോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. അനേകരൊക്കെ തെറ്റിച്ചു പറയും. ഒരു പാസ്റ്ററെ പോലും തെറ്റിച്ചു. ഇവിടെ ഒരു പാസ്റ്റർ, അദ്ദേഹം ഇപ്പൊ പറയുന്ന സ്നാനമൊന്നും വേണ്ട. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങളെ ആരും ഈ ദുരുപദേശക്കാർ ആരും തെറ്റിച്ച് കളയാതിരിക്കുവാനാ. ഹല്ലേലൂയ, നിങ്ങൾ നീതിമാന്മാരാകണം. അടുത്ത വചനത്തിലേക്ക് വരുമ്പോൾ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, അവന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. വീണ്ടും അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരെന്നും ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിക്കേണ്ടത്. സങ്കീർത്തനങ്ങൾ 119 ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായമാണ്. ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായമാണ് സങ്കീർത്തനങ്ങൾ 119. ആ 119ന്റെ 11-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ നിനക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ ഏത് വചനമാണ് നമ്മളിപ്പോ സംഗ്രഹിക്കുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് പാപം ചെയ്യുവാൻ കഴിയുകയില്ല, കാരണം പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കാം. വീണ്ടും കരങ്ങളടിച്ച ശക്തിയോടെ 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 ബലത്തോടെ ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയ്ക്കണം, അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയ്ക്കണം. കർത്താവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ നന്ദി. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്.